സെയിൽസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സലന്റ് ടിപ്പാണ് ഞാൻ പറയുന്നത്. പല എംപ്ലോയീസിന്റെ അടുത്തും വർക്ക് ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സിസ്റ്റമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ടേൺ ഓവർ നമ്മുടെ പ്രൊഡക്ടിവിറ്റികളും പിന്നെ നമ്മുടെ ബിസിനസ് ടേൺ ഓവർ ഇംപ്രൂവ് ചെയ്യാനുള്ള അടിപൊളി ടിപ്പായിരിക്കും. സോ അത് നിർബന്ധമായിട്ടും കാണാം. സോ ഇതില് നമുക്ക് സെയിൽസുകാർ മാത്രമല്ല, നിങ്ങൾ ഏത് വർക്കിംഗ് പ്രൊഫഷണലായാലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിരിക്കും. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ രജിസ്ട്രേഷൻ ഫീസുമായി വേറെ ഹാഫ് സാലറി ചാർജുകളോ ഒന്നുമില്ലാതെ ഒരു കൊല്ലത്തേക്ക് നിങ്ങളുടെ എല്ലാ CV കറക്ഷനും നിങ്ങളുടെ എല്ലാ ട്രെയിനിങ്ങും ഹാൻഡിൽ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ അതിനൊരു ജോലിക്ക് കൊണ്ടിരുത്തുന്ന ഒരു സിസ്റ്റമാണ് സ്മാർട്ട് മൂവ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ചെറിയ പേയ്മെന്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് നല്ല ജോലി കണ്ടെത്താനുള്ള എല്ലാ അവസരങ്ങളും സ്മാർട്ട് മൂവ്സിലുണ്ട്. ഒപ്പം തന്നെ താഴെ കാണുന്ന ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ കണ്ടന്റിലേക്ക് വരാം. നമുക്ക് 4 കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതായത് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി, പിന്നെ അവരുടെ ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ്. ഈ 3 കാര്യങ്ങൾ വളരെ 100% സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലാണ് നിങ്ങളിൽ കിടക്കണേ എങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓവർ എന്ന് പറയുന്ന ഭാഗം, അതായത് മാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ബിസിനസ് ടേൺ ഓവറിന്റെ അളവ് കമ്പനി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. അതായത് ഒരു സംഭവം നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഏറ്റവും വലിയ കാര്യം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ എടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ല വിക്കലോ തപ്പലോ വരും തോന്നി കഴിഞ്ഞാൽ ആ കസ്റ്റമർ തന്നെ ഒരു ഇംപ്രഷൻ ഇല്ലാത്ത രീതിയിലേക്ക് വരും. കാരണം ഈ വിൽക്കുന്ന ആൾക്ക് പോലും ഈ സാധനത്തെ പറ്റി അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങും. അതുകൊണ്ട് പ്രൊഡക്റ്റിന്റെ നോളജ് നിങ്ങൾക്ക് എത്രത്തോളം, എത്ര ഡീപ്പറായിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചേക്കണം, അതിന്റെ എന്തൊക്കെ അതിന്റെ ത്രെറ്റ് ഉണ്ട്, അതിനൊരു സ്വട്ട് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ അതിന്റെ സ്ട്രെങ്ത് എന്തോരുണ്ട്, അതിലെവിടേക്കാണ് വീക്ക്നെസ്, ആ വീക്ക്നെസ് അറിഞ്ഞാലാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക. അതിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം ത്രെറ്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം പ്രൊഡക്ടിവിറ്റി വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ഫിഗർ എമൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ 100 പേരെ നിങ്ങൾ മീറ്റ് ചെയ്യണം ഒരു മാസം. ആ കാര്യം നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ മാസം ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും ആ കാര്യത്തിൽ വീഴ്ച വരാതെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്ര പേരിലേക്ക് ഈ സംഭവം റീച്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ നിങ്ങളിലൂടെ റീച്ച് ആയിക്കൊണ്ടിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് ബിസിനസ് ക്ലോസ് ആവാൻ തുടങ്ങും. 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് കഴിയുമ്പോൾ നല്ല ബിസിനസ് ക്ലോസ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ട് ടൈമിൽ ആയിരിക്കണം ഈ കസ്റ്റമറോട് സംസാരിക്കേണ്ടതും. ഒപ്പം തന്നെ ഫോളോ അപ്പ്, നിങ്ങളൊരു ഫോളോ അപ്പ് ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കസ്റ്റമറോട് ആ കാര്യം പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവണം. ആ ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി, ടൈം മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് ലേണിംഗ് സ്കില്ല്, ഈ 3 കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ ഇതിന്റെ താഴെ കിടക്കുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ് നിങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് വന്നു ചേരും. അപ്പൊ ഈ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ കമ്പനി ചെക്ക് ചെയ്യുമ്പോൾ ഈവൻ അത് നിങ്ങളുടെ ടാർഗറ്റ്, സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല, ഒരു പൊടിക്ക് കുറവാണെങ്കിലും നിങ്ങളുടെ മറ്റു കാര്യങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാരണമല്ല ബിസിനസ് നടക്കാഞ്ഞത്, മേ ബി ക്ലൈമറ്റിന്റെ കാരണം കൊണ്ടായിരിക്കും എന്നുള്ളൊരു തോന്നൽ കമ്പനിക്ക് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമാവും. കാരണം നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗ്യാരണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. പ്രൊഡക്ടിവിറ്റി, ടൈം മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് ലേണിംഗ് സ്കില്ല്, അതിനോട് കൂടി ചേർന്നിട്ട് ഈ 3 കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേൺ ഓവർ പെർഫെക്റ്റ് ആയി നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജിൽ മുന്നോട്ട് പോകാൻ പറ്റും. സോ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹിച്ചിരിക്കുന്ന ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ട നല്ലൊരു വഴിയായിരിക്കും സ്മാർട്ട് മൂവ്സ് പറയുന്നത്. അതിന് വലിയ എക്സ്പെൻസ് വരുന്നില്ല. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കാം. ഓക്കെ, താങ്ക് യു.